അതായത് ഉസ്താദ് നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്പിയാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്നതിന് മുഅ്ജിസത്ത് എന്നും അവർ മരണപ്പെട്ട വഫാത്തായാൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾക്ക് കറാമത്ത് എന്ന് പറഞ്ഞു. അതേസമയം ഔലിയാക്കളിൽ നിന്നുണ്ടാവുന്നതിനും കറാമത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഔലിയാക്കളിൽ നിന്ന് മരണപ്പെട്ടാൽ അവർ കറാമത്ത് എന്ന അല്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പൊ എനിക്ക് മനസ്സിലായി കറാമത്തും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. മൈക്കിടുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മുഅ്ജിസത്ത്, കറാമത്ത്, അത് രണ്ടും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കിയാൽ രണ്ടും ഒന്നാണ്. ഖർഖുൽ ആദത്ത് എന്നാണ് അതിന് പറയുക. അസാധാരണ സംഭവങ്ങൾ, പതിവിന് വിരുദ്ധമായ കാര്യങ്ങൾ അല്ലാഹു തആല അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിലൂടെ പ്രകടിപ്പിക്കുക. ഇത് പ്രകടിപ്പിക്കപ്പെടുന്ന വ്യക്തികളുടെ വ്യത്യാസത്തിനനുസരിച്ചാണ് അതിന് മുഅ്ജിസത്ത് എന്ന പേരും കറാമത്ത് എന്ന പേരും ഒക്കെ ആയി മാറുന്നത്. അള്ളാഹുവിൻ്റെ അടിമകളിൽ അമ്പിയാക്കന്മാർ ഒരു വിഭാഗമാണ്, ഔലിയാക്കന്മാർ മറ്റൊരു വിഭാഗമാണ്, സാധാരണ സ്വാലിഹീങ്ങൾ വേറൊരു വിഭാഗമാണ്, പൊതു മുസ്ലിങ്ങൾ വേറൊരു വിഭാഗമാണ്. ഇതൊക്കെ എല്ലാവരും മുസ്ലിങ്ങൾ തന്നെ ആ ഇസ്ലാമിനകത്തുള്ള വ്യത്യസ്ത ദർജകൾ ആണത്. അമ്പിയാക്കന്മാർ നിയോഗിക്കപ്പെട്ടത് പ്രബോധനത്തിനാണ്. പ്രബോധനം സ്വാഭാവികമായും സമൂഹത്തിൽ നടത്തുമ്പോൾ അവർക്ക് സമൂഹത്തെ നേരിടേണ്ടി വരും. എല്ലാവരും സ്വീകരിക്കില്ല. അപ്പോൾ എതിർക്കുന്നവരും സംശയിക്കുന്നവരും ഒക്കെ ഉണ്ടാകും. പ്രബോധനം എന്ന് പറയുന്ന ഒരു ദൗത്യം നടപ്പാക്കിയ ഒരു സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ നടപ്പാക്കിയെടുക്കലാണ്. അപ്പോൾ അള്ളാഹുവാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ, അങ്ങനത്തെ ആളാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത്, ആയാത്തും ബയ്യനാത്ത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ ആവശ്യമായ എന്തും നിങ്ങൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് കാണിച്ചു തരാനുള്ള കഴിവോടെ എന്നെ നിയോഗിക്കപ്പെട്ട ആളാണെന്ന് സമൂഹത്തോട് പറയേണ്ട നിയോഗമാണ് നബിക്കുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആൾക്ക് കൊടുത്ത അത്ഭുതങ്ങളുടെ കഴിവ് എന്നതിന് ആ ആളിലേക്ക് നോക്കിയിട്ട് വരുന്ന പേരാണ് മുഅ്ജിസത്ത്. സംഭവം അത് തന്നെയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടൊരു വലിയന് കൊടുക്കുന്നത്. പക്ഷെ ഈ വലിയന് ഇങ്ങനെ ഒരു നിയോഗമില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒരു മഹാനാണ് എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ ആദരവിൻ്റെ ലക്ഷണം ആയി അവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം എന്ന നിലയിൽ കൊടുക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ മാനദണ്ഡ വ്യത്യാസം. ഒരാൾ നബിയാകുമ്പോൾ ആ നബിക്ക് സമൂഹത്തെ നേരിടുമ്പോൾ ഞാൻ അള്ളാഹുവിൽ നിന്നും നിയോഗിച്ചിട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത് എന്ന് വാദിക്കണം. അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കാണിച്ചു തരാം എന്നവരോട് പറയണം. അപ്പോൾ സ്വതന്ത്രമായി അവർക്കത് ഉപയോഗിക്കണം. ആ ഉപയോഗത്തിൻ്റെ ധ്വനി തന്നെ അത് സമൂഹത്തെ നേരിടാൻ വേണ്ടിയും അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയും എന്ന ലക്ഷ്യത്തിലാണ് അവർക്കത് കൊടുത്തിരിക്കുന്നത്. ആ ലക്ഷ്യം മരണശേഷം പിന്നെ പ്രബോധനമില്ലല്ലോ. അതുകൊണ്ട് സംഗതിക്ക് മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും അവസ്ഥ മാറിയപ്പോൾ മാത്രം മാറുന്ന പേരാണ് സാങ്കേതികമായി മുഅ്ജിസത്ത്, കറാമത്ത് എന്ന് പറയുന്നത്. ഇതേ പണി തന്നെയാണ് അള്ളാഹ് നബി അല്ലാത്ത ഒരു വലിയന് കൊടുത്താലും സാധനം ഒന്നാണ്. പക്ഷെ ആ നബിക്ക് ഉള്ള നിയോഗം ഈ വലിയന് ഇല്ലാത്തത് കൊണ്ട് അവിടെ തഹദ്ദി ഇല്ല. തഹദ്ദി എന്ന് പറഞ്ഞാൽ സമൂഹത്തെ നേരിടുകയും അവരാവശ്യപ്പെട്ടപ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിച്ചു കൊടുക്കുകയും എന്ന ലക്ഷ്യം ഇല്ലാത്തതുകൊണ്ട് ആ പേര് അപ്പോൾ അതിന് പറയുന്നില്ല. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കിനർത്ഥം അശക്തരാക്കുക എന്നാ. അശക്തരാക്കുക, തോൽപ്പിച്ചു കളയുക എന്നാണ് മുഅ്ജിസത്തിന്റെ അർത്ഥം. ആ ദൗത്യം നബിക്കേ ഉള്ളൂ. അങ്ങനെ ഒരു തോൽപ്പിക്കണ പണി, ആരെയും വെല്ലുവിളിക്കുന്ന പണിയും വലിയനില്ല. വലിയ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഞാൻ ഇങ്ങനത്തെ ആളാണെന്ന് സമൂഹം അറിയരുതേ എന്ന് കൊതിക്കുന്നവരാ യഥാർത്ഥത്തിൽ. അവരെ സമൂഹം അറിയാതെ സമൂഹത്തൊന്ന് ഒളിച്ചോടുന്നവരാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കന്മാരുടെ അധികാരികളുടെയും സ്വഭാവം. അതുകൊണ്ട് അവർക്ക് കിട്ടിയ അത്ഭുതത്തിന് ഈ അവസ്ഥയില്ലാത്തത് കൊണ്ട് ആ പേര് ഉപയോഗിക്കണില്ല. അപ്പൊ അവർക്ക് ആദരവ് എന്ന കറാമത്തിന്റെ അർത്ഥം അവർക്ക് കിട്ടിയ കഴിവിന് ആ നാമം വിളിക്കുന്നു. അമ്പിയാക്കന്മാരെ നിയോഗം ഇങ്ങനെ ആയതുകൊണ്ട് അവർക്ക് കൊടുത്ത ആ കഴിവിനെ ഈ പേരും വിളിക്കുന്നു.
വഫാത്തിന് ശേഷം ദഅവത്തില്ലാത്തത് കൊണ്ട് ആ പേരിന് ഇനി ആവശ്യമില്ല. അപ്പൊ ഇത് അതിന്റെ ഒറിജിനൽ അള്ളാഹുവിന്റെ ആദരവ് അവിടെ നിലനിൽക്കുന്നു അവർക്ക് എന്നതിന്റെ പേരിൽ പിന്നെ കിട്ടുന്നതിന് ആദരവ് നിലനിൽക്കുന്നു എന്ന നിലക്ക് അതേ അത്ഭുത ക്രിയകൾ അവർക്ക് അപ്പോഴും തുടരുന്നു. ഇതാണ് അതിന്റെ വിശദീകരണം. മനസ്സിലായിരിക്കുമെന്ന് കരുതി ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. ഉസ്താദ് ദാരിമി ഉസ്താദ് നേരത്തെ ഫ്രഷ് ന്യൂസ് അയാൾക്ക് ഉസ്താദ് മറുപടി കൊടുത്തപ്പോൾ അതിലെനിക്കുണ്ടായ ഒരു സംശയമാണ്. ഉസ്താദ് നേരത്തെ മറുപടി കൊടുക്കുമ്പോൾ പറഞ്ഞു മോജിസത്ത് സംഭവിക്കണമെങ്കിൽ അവിടെ വെല്ലുവിളി ഉണ്ടായിരിക്കണമെന്ന്. അപ്പോ സഹാബത്തിന് വെള്ളമില്ലാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം കൊടുത്തു. അപ്പൊ അത് വെല്ലുവിളിയല്ലേ, ഒരു സഹായം ചോദിച്ചതല്ലേ, ഒരു വെള്ളം ചോദിച്ചതല്ലേ? അപ്പൊ അതെന്താണ്? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ആ ജീവിതകാലം മുഴുവൻ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിയാണ്. അതുകൊണ്ട് ജീവിച്ചിരുന്നപ്പോൾ കാണിച്ചിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആ റസൂലുള്ളാഹി തങ്ങളിലേക്ക് നോക്കിയിട്ട് അത് കണ്ട് വിശ്വസിച്ചു വരുന്ന ആളുകളുണ്ട്. അപ്പൊ ഹയാത്ത് കാലത്ത് കാണിച്ചിട്ടുള്ളത് മുഴുവനും മുഅ്ജിസത്തുകൾ തന്നെയാണ്. ആ മുഅ്ജിസത്തുകൾക്കൊക്കെ അപ്പുറത്ത് ആരുണ്ട്? എതിരാളികൾ, അകന്നു നിൽക്കുന്ന ആളുകളുണ്ട്. ആ അർത്ഥത്തിൽ ജീവിതകാലം മുഴുവൻ വെല്ലുവിളിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിന്റെ ദൗത്യം അവസാനിച്ചപ്പോഴാണ് അല്ലാഹു തആല ദുനിയാവെന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയത്. പിന്നെ ഇവിടെ വെല്ലുവിളിയില്ല. ജസീറത്തുൽ അറബ് മുഴുവനും ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ഉണ്ടാകുന്നത് കറാമത്തുകൾ മാത്രമാകുന്നു. അതും നേരത്തെ കേൾവിക്കാരൻ ഉസ്താദ് വാൽകഷ്ണം കൂട്ടിയില്ലേ? ഇസ്തിലാഹി അല്ലാത്ത അർത്ഥം ഒരു നബി എന്നത് ആളിൽ നിന്ന് ഉണ്ടാവുന്നതിന് മൊത്തത്തിൽ ഭാഷാപരമായി സാധാരണഗതിയിൽ എല്ലാത്തിനും മുഴുവൻ ഉപയോഗിക്കാറുണ്ട്. ഇത് ഇസ്തിലാഹിയായി ഇങ്ങനെ അളന്നു മുറിച്ചുകൊണ്ട് മറുപടി പറയേണ്ട യാതൊരു ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇസ്തിലാഹിയായ പ്രയോഗത്തിലേക്ക് കടക്കേണ്ടി വരും. ആ അർത്ഥത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ഹയാത്തുള്ള കാലം മുഴുവനും എതിരാളികളോട് വെല്ലുവിളിച്ച് തന്നെ നിന്നതാണ്. അക്കാലത്ത് കാണിച്ചതിൽ എല്ലാത്തിലും വെല്ലുവിളി ഉണ്ട്. എതിരാളികളെ വിളിച്ചുകൊണ്ട് തന്നെയാണത്. ആ മുമ്പിൽ അവിടെ ഉണ്ടാവണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. റസൂലുള്ള ഉള്ളപ്പോ സത്യത്തില് ഹുദൈബിയ സന്ധിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി. വെള്ളം അവിടെ പ്രതിരോധിച്ച് നിർത്തല്ലേ, കടക്കാൻ അയക്കാതെയും അന്നം കിട്ടാതെയും വെള്ളം കിട്ടാതെയും ഒക്കെ. എന്നിട്ട് ആ ജനങ്ങൾക്ക് വെള്ളം കൊടുത്തു. അത് മക്കയുടെ പരിസരത്ത് ഈ സംഭവം കണ്ടപ്പോ അതൊക്കെ അറിഞ്ഞതിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് ആകർഷിച്ച ജനങ്ങളുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങള് ഹയാത്തുള്ള കാലത്ത് കാണിക്കുന്ന എല്ലാം മുഅ്ജിസത്താണ്. അത് ഇസ്ലാമിലേക്ക് വരാൻ അകന്നു നിൽക്കുന്ന ആളുകളെ മുമ്പിൽ അവർക്കുള്ള മുന്നറിയിപ്പും അവർക്കുള്ള താക്കീതും ആ അർത്ഥത്തിൽ വെല്ലുവിളിയും തന്നെയാകുന്നു. തങ്ങളുടെ ദുനിയാവിലെ ദൗത്യത്തിന് ശേഷം ഉണ്ടായ കാര്യത്തെക്കുറിച്ചാണ് ആ സഹോദരൻ ചോദിച്ചത്. അവിടെ ആരും ആ അർത്ഥത്തിൽ നിലവിലില്ല. സഹാബാക്കൾ മുഴുവനും എല്ലാവരും വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ അവിടുത്തെ അള്ളാഹുവിലേക്കുള്ള തഖർറുബ് കൊണ്ട് കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിച്ചവരായിരുന്നു. അതുകൊണ്ട് അവിടെ മുഅ്ജിസത്ത് എന്ന് ഇസ്തിലാഹിയായി പറഞ്ഞോളണം എന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വ്യക്തമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അസ്സലാമു അലൈക്കും.